സന്തോഷം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് താൽക്കാലിക സന്തോഷം, മറ്റൊന്ന് സ്ഥായിയായ സന്തോഷം. താൽക്കാലിക സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഈഗോയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. ഈഗോ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, എൻ്റെ മനോഭാവമാണ് ശരി, എൻ്റെ തീരുമാനങ്ങളാണ് ശരി, എൻ്റെ ആശയങ്ങളാണ് ശരി. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ശരി അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അത് കുറച്ച് സമയത്തേക്ക് നമുക്ക് സന്തോഷം നൽകും. അതാണ് താൽക്കാലിക സന്തോഷം. പക്ഷേ പ്രപഞ്ച നിയമങ്ങളെ അനുസരിച്ച് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവത്തെ ശുഭകരമാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ആ സന്തോഷത്തെ നമ്മൾ സ്ഥായിയായ സന്തോഷം എന്ന് പറയുന്നു. അത് എന്നും നിലനിൽക്കുന്ന സന്തോഷമാണ്. സാഹചര്യങ്ങൾ മാറി വന്നതുകൊണ്ടോ വ്യക്തികൾ ഏത് തരത്തിലായാലും നമുക്ക് ആ സന്തോഷത്തെ എപ്പോഴും നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് താൽക്കാലിക സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ ഈ കാലത്ത് സ്ഥായിയായ സന്തോഷം എന്ന് പറയുന്നത് ചില മനോഭാവങ്ങളുടെ പരിവർത്തനത്തിൽ കൂടി മാത്രമേ ലഭിക്കൂ എന്ന് കാണുന്നത് കൊണ്ട് സ്ഥായിയായ സന്തോഷം തേടുന്നതിന് അല്ലെങ്കിൽ സ്വായത്തമാക്കുന്നതിന് ആളുകൾക്ക് കുറച്ച് മടി കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥായിയായ സന്തോഷം കൊണ്ടുവരാൻ, അനുഭവിക്കാൻ മനോഭാവത്തിൽ തിരുത്തലുകൾ വേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് മാറി മാറി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് സന്തോഷം നിലനിർത്താൻ സാധിക്കും. അവിടെ താൽക്കാലിക സന്തോഷം അനുഭവിക്കുന്നതിൽ അത് അവരവരുടെ ഇഷ്ടം. പക്ഷെ എന്നിരുന്നാലും സ്ഥായിയായ സന്തോഷം അനുഭവിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അങ്ങനെ സ്ഥായിയായ സന്തോഷം അനുഭവിക്കുന്നതിന് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള മനോഭാവങ്ങളെ ഒന്ന് തിരുത്താൻ തയ്യാറാവുക. മനോഭാവങ്ങളെ തിരുത്തുന്നതിൽ കൂടി നമുക്ക് സന്തോഷത്തെ 24 മണിക്കൂറും 365 ദിവസവും നമുക്ക് നിലനിർത്താൻ സാധിക്കും. വ്യക്തികൾ ഏത് തരത്തിലുള്ളവരായിക്കോട്ടെ, വസ്തുക്കൾ ഏത് തരത്തിൽ പ്രവർത്തിച്ചോട്ടെ, സാഹചര്യങ്ങൾ ഏത് തരത്തിലായിക്കോട്ടെ, സന്തോഷം നമുക്ക് എല്ലായ്പ്പോഴും നിലനിർത്താൻ സാധിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ മനോഭാവത്തെ പോസിറ്റീവാക്കുക എന്നതാണ്.